സോ ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിനൊപ്പം. ഇന്ന് ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അനുബന്ധ ഫാക്സുമാണ് പതിവ് പോലെ തന്നെ. അപ്പോൾ ആദ്യം തന്നെ വേറെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചോദ്യത്തിലേക്ക് കിടക്കാം. 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ മുക്കി വെച്ചപ്പോൾ അനുഭവപ്പെട്ട ഭാരക്കുറവ് 20 ന്യൂട്ടൺ. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ മുക്കി വെച്ചപ്പോൾ അനുഭവപ്പെട്ട ഭാരക്കുറവ് 20 ന്യൂട്ടൺ. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയാണ്? ഓക്കെ അല്ലേ? പതിവ് പോലെ ഉത്തരം നമുക്ക് അവസാനം തന്നെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെ ഒരു കണ്ടെയ്നർ ബോട്ടിലിനെ നിങ്ങൾ എംറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ചേമ്പറിനകത്ത് ടാങ്കിനകത്തേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് മുക്കുകയാണെങ്കിൽ, മുക്കിയ ശേഷം കൈയെടുത്ത് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നേരെ ഉയർന്നു വരും. ശരിയാണല്ലോ? നമ്മൾ പലപ്പോഴായി ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഈ പറഞ്ഞ സംഗതി. എന്തൊരു വസ്തുവിനെയും ദ്രാവകത്തിനകത്തേക്ക് നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ, മുക്കി വയ്ക്കുകയാണെങ്കിൽ, ദ്രാവകം വസ്തുവിന്മേൽ മുകളിലേക്കായി ഒരു ബലം പ്രയോഗിക്കും. അത് കാരണമല്ലേ ഇത് ഉയർന്നു വരുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ആ പറഞ്ഞ ബലം അറിയപ്പെടുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ ആ ദ്രാവകം അല്ലെങ്കിൽ ദ്രവം വസ്തുവിന്മേൽ മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്ന പേരാണ് പ്ലവക്ഷമ ബലം. ഓക്കെ ആണോ? ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ലിക്വിഡ്, ഒരു ദ്രാവകത്തിനകത്തേക്ക് പൂർണ്ണമായോ ഭാഗികമായോ ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വസ്തുവിന്മേൽ ദ്രാവകം മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലം, ആ ഒബ്ജക്റ്റിലേക്ക് ലിക്വിഡ് മുകളിലേക്ക് എക്സെപ്റ്റ് ചെയ്യുന്ന ബലം അറിയപ്പെടുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്. ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, ഒരു വസ്തുവിന് ദ്രാവകത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലം, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ, ഒരു വസ്തുവിന് ദ്രാവകത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലം പ്ലവക്ഷമ ബലമാണ്. ഓക്കെ അല്ലടാ? ഒരു വസ്തുവിന് ദ്രാവകത്തിലിരിക്കുന്ന സമയത്ത് ഭാരക്കുറവ്, ഉദാഹരണത്തിന് ഒരു കല്ല്, നല്ല ഭാരമേറിയ ഒരു കല്ലിനെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വരെ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് കുറച്ചധികം ദൂരം, ഈ പറഞ്ഞ ബക്കറ്റ് ഫുള്ള് നിറഞ്ഞ ശേഷവും കുറച്ചധികം ദൂരം താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ സർഫസ് വരെ വരുന്നവരെ നമുക്ക് എളുപ്പമാണ്, അല്ലേ? അതിനെ ലിഫ്റ്റ് ചെയ്യാൻ. വൈ? ബിക്കോസ് ആ വെള്ളം വസ്തുവിന്മേൽ മുകളിലേക്കായി ഒരു ബലം പ്രയോഗിക്കും. ആ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. റിപ്പീറ്റ് ചെയ്യൂ എന്നോടൊപ്പം. പ്ലവക്ഷമ ബലം? ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ വസ്തുവിന്മേൽ ദ്രാവകം മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്ന പേരാണ് പ്ലവക്ഷമ ബലം. ഇനി എനിക്കറിയേണ്ടത് ഇതേ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണെന്നാണ്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വസ്തുവിൻ്റെ ഭാരം എന്നുള്ളതൊരു ഇല്ലോജിക്കലായിട്ടുള്ളൊരു പരിപാടിയായി പോകും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക വേണ്ട. എന്തുകൊണ്ട് എന്ന് അതിനെ പറ്റിയിട്ട് നമുക്ക് രണ്ടാമത് സംസാരിക്കാം. എനിവേ, 2 ഘടകങ്ങളാണ് ഈ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുക. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വ്യാപ്തമാണ്. ഓക്കെ അല്ലടാ? അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് ചെയ്യുകയാണ്, പർട്ടിക്കുലർലി ഒരു സ്റ്റോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ കല്ല്, അല്ലെങ്കിൽ ഒരു മാസ്, എന്തിനായാലും ഒരു ഭാരത്തെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇതേ കല്ലിനെ തന്നെ, അല്ലെങ്കിൽ വേണ്ട, ഇരുമ്പിൻ്റെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു പീസോ എടുക്കുകയാണെന്ന് കരുതുക, ഇരുമ്പിൻ്റെ ഒരു ആണി എടുക്കുകയാണെന്ന് കരുതുക. ആ പറഞ്ഞ ആണിയെ ഞാൻ അടിച്ചു പരത്തിയപ്പോൾ ഈ ഒരു തകിടിൻ്റെ ആകൃതിയിലേക്ക് മാറുന്നു. ഓക്കെ അല്ലേ? ആണിയുടെ ഭാരം 10 ന്യൂട്ടൺ, ജസ്റ്റ് 10 ന്യൂട്ടൺ ആണ് ഒരു ആണിയുടെ ഭാരം. ഓക്കെ അല്ലേ? ഇതേ ആണിയെ അടിച്ചു പരത്തിയപ്പോൾ എനിക്കൊരു ഷീറ്റ് പോലെ കിട്ടി. അതാണ് ഈ സംഗതി. ഇതിൻ്റെ എൻഡൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് മടക്കിയൊക്കെ വയ്ക്കാം. 2 വസ്തുക്കളെയും ഞാൻ ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്? ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വയ്ക്കുകയാണ്. ആണി പോലിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആകൃതിയിലിരിക്കുന്ന സാധനം നേരെ താഴേക്ക് പോകും. എന്നാൽ പരന്ന് വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനമാണെങ്കിലോ അത് ഒഴുകി നടക്കുകയും ചെയ്യും. അതായത് വ്യാപ്തം അല്ലെങ്കിൽ ഓളിയം കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലത്തിന് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കൂടുകയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഘടകമായി നമ്മൾ പറയുന്നു വസ്തുവിൻ്റെ വ്യാപ്തം. വസ്തുവിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ ഓളിയം ഓഫ് ഓബ്ജക്റ്റ്, വസ്തുവിൻ്റെ വ്യാപ്തമാണ് ആദ്യ ഘടകം. ഓക്കെ അല്ലേ? വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? പ്ലവക്ഷമ ബലം കൂടും. നേരത്തെ പറഞ്ഞില്ലേ, ആണി, അതുപോലെ അതേ ആണിയെ തന്നെ നമ്മൾ അടിച്ചു പരത്തി ഒരു തകിടിൻ്റെ ആകൃതിയിലേക്ക് മാറ്റുന്നു. അതായത് വോളിയം കൂടുന്നതിനനുസരിച്ച്, വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം കൂടും. ഓക്കെ അല്ലടാ? വോളിയം കൂടുന്നതിനനുസരിച്ച്, വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം കൂടും. അപ്പോൾ ഒന്നാമത്തെ ഘടകം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഭാരമല്ലെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായില്ലേ? ഇത് ആണി, ആ ആണിയുടെ ഭാരം എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണെന്ന് കരുത്. അതേ ആണിയെ തന്നെ അടിച്ചു പരത്തിയപ്പോഴും 10 ന്യൂട്ടൺ തന്നെ. ഭാരത്തിന് വ്യത്യാസമില്ല, പക്ഷെ വ്യാപ്തത്തിനാണ് വ്യത്യാസം. അപ്പോൾ ഭാരമല്ല ഘടകം, വസ്തുവിൻ്റെ വ്യാപ്തം എന്നുള്ളതാണ് ആദ്യ ഘടകം. രണ്ടാമത്തെ ഘടകം ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ സാന്ദ്രതയാണ് രണ്ടാമത്തെ ഘടകം, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഇൻ ദ സെൻസ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ വെള്ളത്തിനകത്തേക്ക് ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ, ഇപ്പോൾ വിസ്കോസിറ്റിയുടെ ടേമിലേക്ക് നമുക്ക് പോകാം. എനിവേ, വെള്ളത്തിനകത്തെ ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകുന്നത് ഒരു നിശ്ചിത വേഗതയിലായിരിക്കും. എന്നാൽ ഇതേ വസ്തുവിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പ് ലായനിയിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ പതിയായിരിക്കും പോവുക. അതായത് ഇതിന് കിട്ടുന്ന അപ്ലിഫ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ അല്ല? വസ്തുവിന്മേൽ ബലം പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലം കൂടുതലായിരിക്കും. 2 പോയിന്റുകൾ
ആവർത്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പറയുന്ന പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം ഓബ്ജക്റ്റിന്റെ ഓളിയം അല്ലെങ്കിൽ വസ്തുവിന്റെ വ്യാപ്തം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ദ്രവത്തിന്റെ സാന്ദ്രത. വ്യാപ്തം കൂടിയാലും സാന്ദ്രത കൂടിയാലും പ്ലവക്ഷേമ ബലം കൂടും. ഓക്കെ ആണോ? കൺക്ലൂഡ് ചെയ്യാമോ? എന്തോന്നാ പ്ലവക്ഷേമ ബലം? ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ ദ്രാവകം വസ്തുവിന്മേൽ മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്ന പേരാണ് പ്ലവക്ഷേമ ബലം. പ്ലവക്ഷേമ ബലത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് വസ്തുവിന്റെ വ്യാപ്തം, രണ്ട് ദ്രാവകത്തിന്റെ സാന്ദ്രത. വ്യാപ്തം കൂടിയാലും സാന്ദ്രത കൂടിയാലും പ്ലവക്ഷേമ ബലം ബോയൻ ഫോഴ്സ് കൂടും എന്നുള്ള കാര്യത്തിനകത്ത് വേറെ യാതൊരു തർക്കവും ഇല്ല. ഇനി അനുബന്ധമായി ഒരു ചോദ്യവും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഒരു വസ്തുവിന് ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലം എന്ന് പറയുന്നത് പ്ലവക്ഷേമ ബലമാണ്. ഒരു വസ്തുവിന് ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലവും പ്ലവക്ഷേമ ബലമാണ്. സെറ്റാണേ. അപ്പോൾ പ്ലവക്ഷേമ ബലത്തെക്കുറിച്ച് ഇനി എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുവേ. എന്തായിരുന്നു വസ്തുവിന്മേൽ ദ്രവം മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലം സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന് ദ്രാവകത്തിന്റെ സാന്ദ്രത, രണ്ട് വസ്തുവിന്റെ വ്യാപ്തം. വ്യാപ്തമായാലും സാന്ദ്രതയായാലും കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? പ്ലവക്ഷേമ ബലം കൂടും എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം പോകുന്നത് പ്ലവക്ഷേമ ബലം കണ്ടെത്താനുള്ള ഒരു സമവാക്യത്തിലേക്കാണ്. വലിയ പരിപാടിയൊന്നുമില്ല, നിസ്സാരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനൊരു ചേമ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു ടാങ്കിനകത്ത് ജലം എടുത്തു വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു വസ്തുവിനെ 100 ന്യൂട്ടൺ, വായുവിൽ 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ഞാനിങ്ങനെ മുക്കി വെച്ചു. ഓക്കെ അല്ലടാ? വസ്തുവിൻ്റെ വായുവിലെ ഭാരം 100 ന്യൂട്ടൺ ആയിരുന്നു. നിലവിൽ ഞാൻ ആ സ്പ്രിംഗ് ഗ്ലാസിനകത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഭാരം 80 ന്യൂട്ടൺ ആണ്. വായുവിലെ ഭാരം 100 ന്യൂട്ടൺ ആയിരുന്നു. നിലവിൽ കാണാൻ കഴിയുന്ന ഭാരം 80 ന്യൂട്ടൺ ആണ്. ഇവിടെ അനുഭവപ്പെട്ട ഭാരക്കുറവ് എത്രയടാ? 20 ന്യൂട്ടൺ അല്ലേ? അതായത് പ്ലവക്ഷേമ ബലം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒരുപാടൊന്നും ജോലി ചെയ്യേണ്ട. വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം. വായുവിൽ ആ വസ്തുവിന് എത്ര ഭാരമാണോ ഉള്ളത് അതിൽ നിന്ന് ദ്രവത്തിലേക്ക് മുക്കി വയ്ക്കുമ്പോൾ, ദ്രാവകത്തിലേക്ക് മുക്കി വയ്ക്കുമ്പോൾ എത്ര ഭാരമാണോ ഉള്ളത് ആ ഭാരം എടുത്താൽ മാത്രം മതി. ഭാര വ്യത്യാസം എടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു ഒന്നുകിൽ പ്ലവക്ഷേമ ബലം ഈസ് ഈക്വൽ ടു വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രാവകത്തിലെ ഭാരം. ഈ കണ്ടുപിടിച്ച് നോക്കാം. വസ്തുവിൻ്റെ വായുവിലെ ഭാരം എത്ര പറഞ്ഞു? 100 ന്യൂട്ടൺ. വസ്തുവിൻ്റെ ദ്രാവകത്തിലെ ഭാരം എത്ര പറഞ്ഞു? 80 ന്യൂട്ടൺ. 100 - 80 ഈക്വൽ ടു 20 ന്യൂട്ടൺ ആണ് എന്ത് ഉത്തരമായി വരേണ്ടത്. കിട്ടോ ഇല്ലടെ? വേറെ ഒരു പരിപാടിയില്ല, നിസ്സാരം പോലെ നമ്മൾ പറഞ്ഞതാണ്. പ്ലവക്ഷേമ ബലം ഈസ് ഈക്വൽ ടു വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം. സെറ്റാണ്. വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം. വേണമെങ്കിൽ പ്ലവക്ഷേമ ബലത്തെ മറ്റൊരു രീതിയിലും കൂടെ പറയാം. വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരക്കുറവിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാറ്? പ്ലവക്ഷേമ ബലം എന്നാണ് വിളിക്കാറ്. ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരക്കുറവിനെയും നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്ലവക്ഷേമ ബലം എന്ന് വിളിച്ചു. ഓക്കെ ആണ്? ക്ലിയർ ആണ്? അപ്പോൾ എന്തായിരുന്നു ആ പ്ലവക്ഷേമ ബലം? ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറാവും. എനിവേ പ്ലവക്ഷേമ ബലത്തിൻ്റെ സമവാക്യം മാത്രം ഒന്നുകൂടെ പറ. എന്തോന്നാ പ്ലവക്ഷേമ ബലത്തിൻ്റെ സമവാക്യം? പ്ലവക്ഷേമ ബലം ഈസ് ഈക്വൽ ടു വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം. വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം ഓർ വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്ന് ഓർമ്മിക്കുക. മൂവിങ് ഓൺ. ഇതിനോട് ചേർത്ത് ഓർമ്മിക്കേണ്ട മറ്റൊന്നാണ് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസിനെ നിങ്ങൾക്ക് വളരെയധികം പരിചയമാണ്. ഞാൻ കണ്ടെത്തി, യുറേക്ക എന്നൊക്കെ വിളിച്ചോടിയ അദ്ദേഹമാണ്. എനിവേ ആർക്കിമിഡീസ് തത്വത്തിൻ്റെ അകത്ത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പിക്ചർ നോക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും നല്ലത്. ഇവിടെ ആർക്കിമിഡീസ് തത്വം വളരെ നല്ല രീതിയിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതാ നോക്കടാ, വായുവിലെ ഒരു വസ്തുവിൻ്റെ ഭാരം നിങ്ങൾക്ക് കാണാം 6 കിലോഗ്രാം. ഓക്കെ അല്ലേ? ഒരു സ്പ്രിംഗ് ത്രാസിൻ്റെ സഹായത്താൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു 6 കിലോഗ്രാം മാസുള്ള ഒരു കല്ല്. നിലവിൽ കാലിയാണ്, ഇവിടെ ജലമൊന്നുമില്ല. ഞാൻ ഈ കല്ലിനെ ജലത്തിലേക്ക് മുക്കുകയാണ്. മുക്കിക്കഴിഞ്ഞപ്പോൾ ഭാരം എന്ത് ചെയ്തു? 6-ൽ നിന്ന് 4 കുറഞ്ഞു. അതായത് ഭാര വ്യത്യാസം, ബോയൻ ഫോഴ്സ്, ഈ പറഞ്ഞ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിച്ചിരിക്കുന്ന ബലം 2 കിലോഗ്രാം ആണ്. ശരിക്കും 2 ന്യൂട്ടൺ ആണ്. ഇത് കാരണം കുറേ ജലം ഇങ്ങനെ നിറഞ്ഞൊഴിഞ്ഞു. കണ്ടല്ലോ, ബ്രിമ്മ് വരെ നിറച്ചു വെച്ചിരിക്കുകയാണ് ജലം. അങ്ങനെയാണെങ്കിൽ കുറേ ജലം എന്ത് ചെയ്തു? നിറഞ്ഞൊഴുകി. ആ നിറഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരം ഞാൻ നോക്കിയപ്പോൾ അതെനിക്ക് മനസ്സിലായി 2 കിലോഗ്രാം. ഇതിനോടകം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണേ. വസ്തുവിൻ്റെ വായുവിലെ ഭാരം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 6 കിലോഗ്രാം. നിലവിൽ മുക്കി വെച്ചപ്പോഴത്തേക്കും വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാ? 4 കിലോഗ്രാം. അതായത് ഭാര വ്യത്യാസം എത്രയാ? 2 കിലോഗ്രാം. ഇൻ ദ സെൻസ് 2 ന്യൂട്ടൺ. ഇൻ ദ സെൻസ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്ന ഫാക്ട് എന്തായിരുന്നടാ? വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന പ്ലവക്ഷേമ ബലം 2 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലം 2 ന്യൂട്ടൺ. അതുപോലെ നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം എത്ര? 2 ന്യൂട്ടൺ. നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരവും 2 ന്യൂട്ടൺ. ഇത്രയുള്ള ആർക്കിമിഡീസ് തത്വം പറയുന്നത്. ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലം എന്നത് വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യം, വസ്തു നിറച്ചൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യം. ഇത്രയുള്ള സാധനം. ഒന്നുകൂടെ, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ, ഓക്കെ അല്ലടാ? ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരം, വസ്തു നിറച്ചൊഴുക്കിയ വെള്ളത്തിൻ്റെ ഭാരം എന്നുള്ളത് എന്തിനു തുല്യമായിരിക്കും? വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലത്തിന് തുല്യമായിരിക്കും. സിമ്പിളാണ്. അതാ നോക്കൂ ഒന്നുകൂടെ. ഇതിവിടെ വരെ നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്തേക്ക് നിങ്ങളൊരു ഓബ്ജക്റ്റ് മുക്കി വയ്ക്കുന്ന സമയത്ത് പൂർണ്ണമാവണം അല്ലെങ്കിൽ ഭാഗികമാവാം. നിറച്ചു വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ വസ്തുവിന്മേൽ ഒരു പ്ലവക്ഷേമ ബലം അനുഭവപ്പെട്ടു, തർക്കമില്ല.
ഇനി ഈ സന്ദർഭത്തിൽ തന്നെ സംഭവിച്ച കാര്യം എന്തായിരുന്നു? കുറേ ജലം നിറഞ്ഞൊഴുകിയല്ലോ. നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം നോക്കുമ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം തുല്യമാണെന്ന് മനസ്സിലാവും. ആർക്കിമിഡിസ് തത്വം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു, ഓക്കെ അല്ലേ, പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ ഭാരം. ഓക്കെ ആണോ? സോ ആർക്കിമിഡിസ് തത്വം ഇങ്ങനെ പറയാം, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ. നമുക്ക് ഈ പറഞ്ഞ ചോദ്യം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? സ്റ്റേറ്റ്മെൻറ്റ് തന്ന ശേഷം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏത് തത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആവർത്തിക്കുന്നു, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ. ഒന്നുകൂടെ, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവം, ഓക്കെ അല്ലേ, വസ്തു നിറച്ചൊഴുകിയ ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും വസ്തുവിന് അനുഭവപ്പെടുന്ന എന്ത്? പ്ലവക്ഷമ ബലം. അപ്പോൾ പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു ബോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഓക്കെ അല്ല, പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു ബോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത്? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, നിറച്ചൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം, ഓക്കെ അല്ലേ, വെയിറ്റ് ഓഫ് ലിക്വിഡ്, നിറച്ചൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ ആണോ? അപ്പോൾ പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു നിറഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യം എന്നുള്ളതാണ് എന്ത്? ആർക്കിമിഡിസ് തത്വം. ഒന്നുകൂടെ പറയൂ, ആർക്കിമിഡിസ് തത്വം. ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ, നിൽക്കട്ടെ, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ എന്താ സംഭവിച്ചത്? വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരം, നിറച്ചൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്നുള്ളത് നിറച്ചൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. സെറ്റാണോ? ഇനി ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കടാ. വസ്തുവിനെ മുക്കി ഇമ്മേഴ്സ് ചെയ്തു. 6 കിലോഗ്രാം ആയിരുന്ന വസ്തു നിലവിൽ 4 കിലോഗ്രാമായി. അതായത് നമുക്ക് മനസ്സിലായി വസ്തുവിൻ്റെ വായുവിലെ ഭാരം 6, വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം 4, അതായത് പ്ലവക്ഷമ ബലം 2. ഇനി നിറഞ്ഞൊഴുക്കിയ വെള്ളത്തിൻ്റെ ഭാരം എത്ര? 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിപാടി സെറ്റ് ചെയ്യുന്നു. എന്തായിരുന്നു? പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരം. ഓക്കെ അല്ലേ? പ്ലവക്ഷമ ബലം ഈസ് ഈക്വൽ ടു വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരം. ഇതാണ് ആർക്കിമിഡിസ് തത്വം പറയുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ പ്ലവക്ഷമ ബലം അറിയാം. പ്ലവക്ഷമ ബലത്തിൻ്റെ ഒരു സമവാക്യം വേണമെങ്കിൽ നമുക്കറിയാം, വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം ചേർത്ത് ആർക്കിമിഡിസ് തത്വം അറിയാം. എന്തായിരുന്നു ആർക്കിമിഡിസ് തത്വം? അവസാനിപ്പിക്ക്, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കിവെച്ചാൽ വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യം, അവൻ നിറച്ചൊഴുക്കിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയിന്റ് ഫോഴ്സ്. ക്ലിയർ ആണ്? സെറ്റാണ്? അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് എന്ത്? ആർക്കിമിഡിസ് തത്വം. മൂവിങ് ഓൺ ടു അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരുത്തനാണ് ആര്? പാസ്കൽ നിയമം. എന്താണ് പാസ്കൽ നിയമം പറയുന്നത്? പാസ്കൽ നിയമം പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, സമ്മർദ്ദ വ്യൂഹത്തിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ അടച്ചൊരു സിസ്റ്റം, അടച്ചൊരു ട്യൂബ് പോലുള്ള അറേഞ്ച്മെൻറ്റിനെ വിഷ്വലൈസ് ചെയ്താൽ മതി. ആ അടച്ച സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തും തുല്യമായി അനുഭവപ്പെടും. ദ്രാവകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി വ്യാപിക്കും അല്ലെങ്കിൽ തുല്യമായി അനുഭവപ്പെടും. ഇതറിയപ്പെടുന്ന പേരാണെന്ത്? പാസ്കൽ നിയമം. ഓക്കെ അല്ലേ? പാസ്കൽ നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ സമ്മർദ്ദ വ്യൂഹത്തിൽ നിശ്ചലാവസ്ഥയിൽ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിവേ, ഒരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും, ദ്രാവകത്തിൻ്റെ അകത്ത് ഏത് ഭാഗത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി വ്യാപിക്കും അല്ലെങ്കിൽ അനുഭവപ്പെടുമെന്നുള്ളതാണ് പാസ്കൽ നിയമം പറയുന്നത്. സിമ്പിളാണ്. ഒന്നുകൂടെ, ഒരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി അനുഭവിക്കും അല്ലെങ്കിൽ തുല്യമായി വ്യാപിക്കും എന്നുള്ളതാണ് പാസ്കൽ നിയമം പറയുന്നത്. ഇനി അതിന് അടിസ്ഥാനം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലടാ. ഇപ്പോൾ ഖരമാധ്യമങ്ങളുടെ അകത്ത് നിങ്ങൾ മർദ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഞെരുക്കാം നമുക്കവനെ. ദ്രാവക മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാതക മാധ്യമങ്ങളുടെ അകത്താണ് നിങ്ങൾ, ഇൻ ദ സെൻസ് വാതകങ്ങളിലേക്കാണ്, ഗ്യാസസിലേക്കാണ് നിങ്ങൾ പ്രഷർ കൊടുക്കുന്നതെങ്കിൽ ഓൺ അപ്ലൈയിങ് ഹൈ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യൂടാ? വോളിയം കുറഞ്ഞ് അത് ലിക്വിഫൈഡ് ആവും അല്ലേ? അതായത് വാതകത്തിനെ നമുക്ക് ഉന്നത മർദ്ദം പ്രയോഗിച്ച് ദ്രവീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ദ്രാവകങ്ങളുടെ അകത്തോ, നിങ്ങളൊരു ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ എടുക്കുകയാണ്, ജലം എടുക്കുകയാണ്, ശേഷം കുത്തിയിരുന്ന് തള്ളുകയാണെന്ന് കരുതുക. ഓക്കെ അല്ലേ? ഈ പറഞ്ഞതിലേക്ക് മർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയോഗിക്കുകയാണെന്ന് കരുതുക. മർദ്ദം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ദ്രാവകം ഉടനെ ഐസായി മാറുമോ? നെവർ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 5 ലിറ്റർ ജലം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടാങ്കിനകത്ത്. ഈ 5 ലിറ്റർ ജലത്തെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? 2 ലിറ്ററിൻ്റെ ടാങ്ക് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഈ 5 ലിറ്ററിന് ഞാൻ കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്, അതിനകത്തേക്ക് 5 ലിറ്ററിന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നടക്കുന്ന പരിപാടിയാണോ? ഇല്ല. അതായത് ദ്രാവകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മർദ്ദം പ്രയോഗിച്ച് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതാണ് തത്വം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. എന്നുള്ളത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയൂ, എന്തോന്നാ പാസ്കൽ നിയമം?
നിശ്ചലാവസ്ഥയിൽ സമ്മർദ്ദ വ്യൂഹത്തിൽ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിൻ്റെ അകത്ത് നിങ്ങൾ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ആ ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി അനുഭവപ്പെടും എന്നുള്ളതാണ് എന്ത് പാസ്കൽ നിയമം പറയുന്നത്. പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നടാ? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്ത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. അവിടെ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു ഫാക്ട് കൂടെ ഉണ്ടേ. അതായത് ഇപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം എന്ന് കരുതുക. ആ സിസ്റ്റത്തിന് ഒരു 2 ട്യൂബിലേക്ക് അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് കരുതുക. എടാ ഇതിനകത്തൊരു ദ്രാവകം നിറച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ എൻഡിൽ ഞാൻ കൊടുത്ത പ്രഷർ P1 ആണ്. ഓക്കെ അല്ല, അത് ഇതുവഴി അനുഭവപ്പെട്ട് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും. എങ്കിൽ ഇവിടെ അനുഭവപ്പെട്ട പ്രഷർ P2 ആണ്. പാസ്കൽ നിയമം പറയുന്നത് എന്തെന്നാ? ഇത് രണ്ടും തുല്യമാണ്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 വിൽ ബി ഈക്വൽ ടു P2. മർദ്ദം എല്ലാ ഭാഗത്തും തുല്യമായിരിക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതുപോലെയാണെങ്കിൽ P1 ഈക്വൽ ടു P2. അവിടെ നമ്മൾ പറയുന്നു പ്രഷർ മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യമാണ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ P1 എത്ര ആയിരിക്കും? P1 ഈക്വൽ ടു F1/A1, P2 ഈസ് ഈക്വൽ ടു F2/A2. ഓക്കെ അല്ലേ? ഇത് രണ്ടും തുല്യമാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ F1/A1 ഈക്വൽ ടു F2/A2 എന്തായിരുന്നു? F1/A1 ഈക്വൽ ടു F2/A2. ഒന്നുകൂടെ ഇക്വേഷൻ F1/A1 ഈക്വൽ ടു F2/A2 കിട്ടിയ F1/A1 ഈക്വൽ ടു F2/A2. പാസ്കൽ നിയമത്തിൻ്റെ അകത്ത് നിന്നുള്ള ഒരു ടേക്ക് അവേ ആണ് F1/A1 ഈക്വൽ ടു F2/A2. വലിയ ഇക്വേഷൻ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. എനിക്ക് ഇത്രയും ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എന്തോന്നാ പാസ്കൽ നിയമം? നിശ്ചലാവസ്ഥയിൽ സമ്മർദ്ദ വ്യൂഹത്തിൽ ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നുള്ളതാണ് എന്ത് പാസ്കൽ നിയമം. ഇനി പറഞ്ഞു പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് എന്തായിരുന്നു? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. വോളിയം കനോട്ട് ബി ചേഞ്ച്, വോളിയത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. ഇനി അവിടെ നിന്നുള്ളൊരു സമവാക്യമായിരുന്നു നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സമവാക്യമാണ് F1/A1 ഈക്വൽ ടു F2/A2. ഒന്നുകൂടെ പറയടാ, F1/A1 ഈക്വൽ ടു F2/A2. ഉറപ്പിക്കുക, F1/A1 ഈക്വൽ ടു F2/A2. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള അറേഞ്ച്മെൻ്റ് അല്ലേ? അതായത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണിത്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഹൈഡ്രോളിക് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് തുടങ്ങി ഹൈഡ്രോളിക് എന്നൊരു വാക്ക് വരികയാണെങ്കിൽ അതെന്താണ്? പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവയെല്ലാം പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിന് പുറമെ എക്സ്കവേറ്ററും ഫ്ലഷ് ടാങ്കിനെയും കൂടെ ഓർമ്മിക്കുക. എക്സ്കവേറ്റർ എന്തോന്നാ? JCB, മണ്ണ് മാന്തി യന്ത്രം. ഓക്കെ അല്ലേ? ആ എക്സ്കവേറ്റർ എന്ന് പറയുന്ന സംഗതിയും ഫ്ലഷ് ടാങ്കും ഒക്കെ പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്ക് ആയാലും ഹൈഡ്രോളിക് ബ്രേക്ക് ആയാലും ലിഫ്റ്റ് ആയാലും പ്രസ് ആയാലും ഒക്കെയും പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുറമെ ഓർമ്മിക്കേണ്ട 2 വാക്കുകൾ എക്സ്കവേറ്ററും ഫ്ലഷ് ടാങ്കുമാണ്. ഓക്കെ അല്ലേ? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഫ്ലഷ് ടാങ്ക്, പിന്നെയോ എക്സ്കവേറ്റർ. ഇങ്ങനെ 6 ആപ്ലിക്കേഷൻസ് അവനുണ്ട്. ഇനി ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് നോക്കിക്കോ. ഇവിടെ ഞാൻ പ്രഷർ കൊടുക്കുകയാണ്, മർദ്ദം പ്രയോഗിക്കുകയാണ്. ആ മർദ്ദം പ്രയോഗിച്ചപ്പോൾ ഇതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, ഒരു ദ്രാവകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ദ്രവം ഉണ്ടാവും. അതിനകത്തേക്ക് മർദ്ദം പ്രയോഗിക്കുന്ന സമയത്ത് ഞാൻ എത്രയോ മർദ്ദം കൊടുത്തു കാണും. ആ മർദ്ദം ഇതുവഴി ട്രാവൽ ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിക്കാണും. ഇവിടുത്തെ പിസ്റ്റൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യത്തെ പിസ്റ്റൺ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ കുറവാണ്. രണ്ടാമത്തെ പിസ്റ്റൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വല്ലാതെ കൂടുതലുമാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം പാസ്കൽ നിയമം അനുസരിച്ച് നമ്മൾ പറയുന്നു P1 വിൽ ബി ഈക്വൽ ടു P2. ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദവും അവിടുത്തെ മർദ്ദവും തുല്യമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെ, ഇവിടുത്തെ A1 എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുത്. ഇത്രയും 10 മീറ്റർ സ്ക്വയറേ ഉള്ളൂ. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് A2 എന്ന് പറയുന്ന ഏരിയ 100 മീറ്റർ സ്ക്വയർ ആണെന്നും കരുത്. 100 മീറ്റർ സ്ക്വയർ. A1 10, A2 100. ഞാനിവിടെ A1-നകത്തെ F1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ A1-ൽ കൊടുത്ത ബലത്തെ F1 എന്ന് മാർക്ക് ചെയ്യാം. അതൊരു 10 ന്യൂട്ടൺ ആണെന്ന് കരുത്. ഞാനൊരു 10 ന്യൂട്ടൺ ബലം കൊടുത്തു. അത് കാരണം ഇപ്പുറത്തൊരു ബലം അനുഭവപ്പെട്ട് കാണുമല്ലോ അല്ലേ? മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെട്ട് കാണുമല്ലോ. ആ ബലത്തെ ഞാനിപ്പോൾ തൽക്കാലം F2 എന്ന് വിളിക്കാം. F2 നമുക്ക് അറിഞ്ഞുകൂടാ, എത്രയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നടാ? F1/A1 ഈക്വൽ ടു F2/A2. ശരിയല്ലേ? F2/A2. ഇതിൽ നമുക്ക് അറിയാത്തത് F2 അല്ലേ? F2ൻ്റെ ടേമിലേക്ക് ഇക്വേഷൻ ഞാനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ F2 ഈസ് ഈക്വൽ ടു F1/A1 ഇൻറ്റു A2. ശരിയല്ലേ? A2നെ മാത്രം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയൂ. F1 എത്രടാ? 10. A1 എത്ര? 10 തന്നെ. ഇൻറ്റു A2 എത്ര? 100. അതായത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടി? 100 ന്യൂട്ടൺ കിട്ടി. കൊടുത്തത് എത്ര ന്യൂട്ടൺ? 10 ന്യൂട്ടൺ. കിട്ടിയത് എത്ര ന്യൂട്ടൺ? 100 ന്യൂട്ടൺ. ഇതാണ് ഹൈഡ്രോളിക് ജാക്കിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ്. നിങ്ങൾ എത്രമാത്രം മർദ്ദം പ്രയോഗിക്കുന്നോ അപ്പുറത്തെ വോളിയം വളരെ കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എത്രമാത്രം മർദ്ദം പ്രയോഗിക്കുന്നോ അതിൻ്റെ ടൈംസ് ആയിട്ടായിരിക്കും അപ്പുറത്ത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക.
പരിപാടി കഴിഞ്ഞു. ദിസ് ഇസ് പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിൻ്റെ അകത്ത് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുന്നതാ. F1/A1 = F2/A2. പറ F1/A1 = F2/A2 എന്നുള്ളതാണ്. പാസ്കൽ നിയമം പറയുന്നത് എന്തായിരുന്നാ? ഏതൊരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കും. തത്വം എന്തായിരുന്നു? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. ആപ്ലിക്കേഷനിൽ വരുന്ന ആരൊക്കെയാണ്? ഹൈഡ്രോളിക് ജാക്ക്, ബ്രേക്ക്, ലിഫ്റ്റ്, പ്രസ്, പിന്നെയോ എക്സ്കവേറ്ററും ഫ്ലഷ് ടാങ്കും ഒക്കെയാണ്. ഓക്കെ അല്ലേ? ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു, വെറുതെ ബ്രീഫ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഏരിയയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. ചെറിയ ഏരിയ, വലിയ ഏരിയ. ചെറിയ ഏരിയയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രമാത്രം അപ്പുറത്ത് ടൈംസ് ആയിട്ടാണോ ബിഗർ ആയിട്ടുള്ളത് അത്രയും ടൈംസ് ആയിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കൊരു ചോദ്യവും കൂടെ ചെയ്യാം. യു ആകൃതിയിലുള്ള ഒരു കുഴൽ, ഓക്കെ അല്ലേ? അതിനകത്ത് ദ്രാവകം ഉണ്ടായിരിക്കും. ഇവിടെ യു ആകൃതിയിലുള്ളൊരു കുഴൽ. അതിൻ്റെ ഒരഗ്രത്തിൻ്റെ പരപ്പളവ് 50 മീറ്റർ സ്ക്വയർ. ഒരു എൻഡ് 50 മീറ്റർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ എൻഡ് ആവട്ടെ 100 മീറ്റർ സ്ക്വയറുമാണ്. ആദ്യ ആഗ്രഹത്തിലല്ല കേട്ടോ. ആദ്യ അഗ്രത്തിൽ 10 ന്യൂട്ടൺ ബലം, അതായത് ഇവിടെ കൊടുത്ത ബലം F1 എന്നുള്ള ബലം 10 ന്യൂട്ടൺ ആയാൽ പ്രയോഗിച്ചാൽ രണ്ടാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? രണ്ടാമത്തെ F2 എത്ര എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. നിലവിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? A1 50 മീറ്റർ സ്ക്വയർ, A2 100 മീറ്റർ സ്ക്വയർ. ഇനി ബലം ആദ്യത്തെ അഗ്രത്തിൽ കൊടുത്ത ബലം നമ്മുടെ ഉണ്ടോ? 10 ന്യൂട്ടൺ. രണ്ടാമത്തെ അഗ്രത്തിൽ ഇത് കാരണം അനുഭവപ്പെട്ട ബലം എത്ര എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. ഇക്വേഷൻ പറ. F1/A1 = F2/A2. കണ്ടുപിടിക്കാനുള്ളത് ആരെയാ? F2-നെ അല്ലേ? അപ്പോൾ A2-നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ. അതായത് F2 = F1/A1 × A2. ഓക്കെ അല്ലേ? F1 എത്രടാ? 50. A1 എത്ര? F1 എത്രയായിരുന്നു? 10. ഓക്കെ. F1 10, A1 എത്ര? 50 × A2 എത്ര? 100. അതായത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 2 × 10 എന്നുള്ളത് 20 ന്യൂട്ടൺ കിട്ടി. കൊടുത്തത് എത്ര? 10 ന്യൂട്ടൺ. കിട്ടിയത് എത്ര? 20 ന്യൂട്ടൺ. പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ F1/A1 = F2/A2 എന്നുള്ളതാണ് പാസ്കൽ നിയമത്തിൻ്റെ സമവാക്യം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്, കാരണം അത്ര സിമ്പിൾ ഇക്വേഷനാണ് അത്. ഓക്കെ അല്ലേ? ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ യു ആകൃതിയിലുള്ള കുഴലിൻ്റെ കാര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ 2 അഗ്രങ്ങളുടെ പരപ്പളവൊക്കെ തന്നിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ ചോദ്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. സോ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 മേഖലകളാണ്. 1 പ്ലവക്ഷമ ബലം, 2 ആർക്കിമിഡീസ് തത്വം, 3 പാസ്കൽ നിയമം. ഇതിനകത്ത് ഇനി നമ്മുടെ ചോദ്യത്തിലേക്കും കൂടെ കിടക്കാം. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ക്വിക്കായിട്ട് സമപ്പ് ചെയ്യാം. പ്ലവക്ഷമ ബലത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വസ്തുവിനെ ദ്രവത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ വസ്തുവിന്മേൽ ദ്രവം മുകളിലേക്കായി പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രത, 2 വസ്തുവിൻ്റെ വ്യാപ്തം കൂടിയാലും സാന്ദ്രത കൂടിയാലും പ്ലവക്ഷമ ബലം കൂടുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എത്രമാത്രം പ്ലവക്ഷമ ബലം കൂടുന്നു അത്ര കണ്ട് വസ്തുവിന് ദ്രാവകത്തിൽ ഭാരം കുറവ് അനുഭവപ്പെടും. അതായത് പ്ലവക്ഷമ ബലം തന്നെയാണ് വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലം. ഇനി പറഞ്ഞു പ്ലവക്ഷമ ബലം വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ ഒരു സമവാക്യമൊക്കെ ഫ്രെയിം ചെയ്യാം. പ്ലവക്ഷമ ബലം = വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം. ഓക്കെ അല്ലേ? വായുവിൽ എത്രയാണോ ഭാരം, ദ്രാവകത്തിൽ എത്രയാണോ ഭാരം, അതിൻ്റെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ പ്ലവക്ഷമ ബലം നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും ഓൾ അബൌട്ട് പ്ലവക്ഷമ ബലം. 2 ആർക്കിമിഡീസ് തത്വം. എന്തായിരുന്നു സംഗതി? ഒന്ന് ആലോചിച്ച് നോക്ക്. വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം അല്ലെങ്കിൽ വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം, നിറച്ചൊഴുക്കിയ വെള്ളം, അത് കളഞ്ഞ വെള്ളത്തിൻ്റെ ഭാരം. അപ്പോൾ പ്ലവക്ഷമ ബലം = ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരം. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുക്കി വെച്ചാൽ വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ഇത് ആർക്കിമിഡീസ് തത്വം. മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാസ്കൽ നിയമത്തെക്കുറിച്ച് പഠിച്ചത്. നിശ്ചലാവസ്ഥയിൽ സമ്മർദ്ദ വ്യൂഹത്തിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ മർദ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാലും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി അനുഭവപ്പെടും. ഓക്കെ അല്ലേ? നിശ്ചലാവസ്ഥയിലുള്ള സമ്മർദ്ദ വ്യൂഹത്തിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദവും ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി അനുഭവപ്പെടുന്നു. ഇനി അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു അല്ലേ? അതിനൊരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. എന്താ സംഗതി? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കുറേ ഉപകരണങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, എക്സ്കവേറ്റർ, ഫ്ലഷ് ടാങ്ക് എന്നിവരാണ് ഉപകരണങ്ങൾ. ഓർമ്മിക്കാനായി ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞിരുന്നതാ. F1/A1 = F2/A2. F1/A1 = F2/A2. ഇനി ഓർമ്മിക്കണേ, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ മുക്കി വെച്ചപ്പോൾ അനുഭവപ്പെട്ട ഭാരക്കുറവ് 20 ന്യൂട്ടൺ. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം.
ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഇട്ടത്. എടാ 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ മുക്കി വെച്ചപ്പോൾ, അതായത് വസ്തുവിൻ്റെ വായുവിലെ ഭാരം നമുക്കറിയാം, വായുവിലെ ഭാരം എത്ര? 100 ന്യൂട്ടൺ. വസ്തുവിന് അനുഭവപ്പെട്ട ഭാരക്കുറവാണ് 20 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഭാരക്കുറവാണ് 20 ന്യൂട്ടൺ. അതായത് വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം എത്രയടാ? വസ്തുവിൻ്റെ ദ്രവത്തിലെ ഭാരം എന്നുള്ളത് അല്ലെങ്കിൽ ദ്രാവകത്തിലെ ഭാരം എന്നുള്ളത് എത്രയായിരിക്കും? വസ്തുവിന് അനുഭവപ്പെട്ട ഭാരക്കുറവ് 20 ന്യൂട്ടൺ ആണെങ്കിൽ ദ്രാവകത്തിലെ ഭാരം എന്നുള്ളത് എത്രയായിരിക്കും? 80 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? 80 ന്യൂട്ടൺ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 3 ഫിഗേഴ്സ് ഉണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഏകദേശം ഈ 3 ഫിഗേഴ്സ് ഓപ്ഷൻ്റെ അകത്തും കാണും. അവിടെയാണ് നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത, എന്താണ് യുക്തി ചിന്ത എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തേണ്ടത്? ഉണർന്നു വരേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു വസ്തുവിൻ്റെ ഭാരക്കുറവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുക അല്ലേ? പ്ലവക്ഷമ ബലം ഈക്വൽ ടു ഭാരക്കുറവ് എന്ന് നമ്മൾ രണ്ടാമതൊരു ഇക്വേഷൻ പോലും എഴുതി. അതായത് പ്ലവക്ഷമ ബലം ഈക്വൽ ടു ഭാരക്കുറവ്. ചോദ്യം പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം ഈക്വൽ ടു ഭാരക്കുറവാണെങ്കിൽ ഉത്തരം ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ടായിരുന്നേ, നമ്മൾ കാണാതെ പോയതാണ്. അത് 20 ന്യൂട്ടൺ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ പ്ലവക്ഷമ ബലം ഈക്വൽ ടു വസ്തുവിന് അനുഭവപ്പെട്ട ഭാരക്കുറവ് അത് എത്രയായിരുന്നു? 20 ന്യൂട്ടൺ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരേണ്ടത്. ഒരു നല്ല എൻഗേജിങ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ആണോ? നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി വീണ്ടും വീണ്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അത് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനവും ഒപ്പം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അത് എന്താണ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സോ വളരെ മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് ഇന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷനിൽ നിന്ന് വിടവാങ്ങുന്നു. ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ താങ്ക് യു ആൻഡ് ടാറ്റ.